നമസ്കാരം. എ കെ റൈഡർ സ്റ്റഡി ചാനലിൽ സ്വാഗതം. നമ്മളിന്ന് ഒരു പാർസലാണ് ഓപ്പൺ ചെയ്യാൻ പോണത്. കോഡിലെക്സ് ഇമ്പാക്റ്റ് റഞ്ചാണ്. ഇതിനകത്ത് എന്തൊക്കെയാണ് സാധനങ്ങളെന്നുള്ളത് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം, എന്നിട്ട് വിശദമായിട്ട് അതിനെപ്പറ്റി പറയാം. ഓക്കെ, ചെയ്ത് കാണിക്കാം. ഇങ്ങനെയുള്ളൊരു പാക്കിനകത്താണ് വന്നത്. ഇത് ലുധിയാനയിൽ നിന്നാണ്, പഞ്ചാബ് ലുധിയാനയിൽ നിന്നാണ് ഇത് നമ്മൾ വാങ്ങിച്ചത്. ഇതിലൊരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഇതിൽ. നമ്മൾ ഫസ്റ്റിലെ പേയ്മെൻറ്റ് അടയ്ക്കണം. ഇതിൻ്റെ റേറ്റ് എത്രയാണെന്നുള്ളത് ബാക്കി എല്ലാ കാര്യവും ഡീറ്റെയിലായിട്ട് പറയാം. നമുക്കിത് കാറിനും അതുപോലെ തന്നെ ബൈക്കിനുമൊക്കെ ഇത് അത്യാവശ്യം നമുക്ക് ആർച്ച് കവർ ഇളക്കാനും, പിന്നെ അത് കഴിഞ്ഞ് ക്ലച്ച്, പിന്നെ വൺ വേ ക്ലച്ച്, മാഗ്നറ്റ് കവറൊക്കെ നമുക്ക് റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് പുള്ളറിൻ്റെ സഹായം ഇല്ലാതെ തന്നെ നമുക്കിത് കൊണ്ട് ചെയ്യാമെന്നുള്ളതാണ് ഏറ്റവും ഇതായിട്ടുള്ള ഒരു കാര്യം. ഇത് 400 NM ആണ് ഇതിൻ്റെ വരുന്നത്. 300-ൻ്റെ ഉണ്ട്, 400-ൻ്റെ ഉണ്ട്, 550, 800-ൻ്റെ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. 800 NM വരെ ഇപ്പോൾ ഇതിൽ നിലവിൽ ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിലുള്ള സാധനങ്ങളൊക്കെയാണ് ഇതിൽ ആദ്യമേ ഇതിൽ കാണിച്ചിരിക്കുന്നത്. നമുക്ക് എന്തായിരുന്നാലും ഇത് തുറക്കാം. ഇങ്ങനെയാണ് ഇതിൽ പാക്കിങ് വന്നിരിക്കുന്നത്. പക്ഷേ ഇതിൽ ചിലതിലൊക്കെ നമുക്ക് ഇതിലൊരു ബോക്സിൽ ഒരു ബോക്സിലായിട്ട് ഇതിൽ വരുന്നുണ്ട്. ഇത് നിസ്സാര ചെറിയ ഒരു പെട്ടിയിലാണ് ഇത് തന്നിരിക്കുന്നത്. നമുക്കൊരു പെട്ടി വരും. യഥാർത്ഥത്തിൽ ഇത് വരാനുള്ളത് പെട്ടിയിലാണ് വരേണ്ടത്. ഇത് യൂസർ മാനുവലുണ്ട്. ആദ്യമേ നമുക്കിതിൽ കാണാം, ഫസ്റ്റിൽ ഫ്രണ്ടിലിരിക്കുന്നത്. അത് മാറ്റി വയ്ക്കുക. ഈ കോട്ടിയാണ് തറയിൽ. ഇതിനകത്ത് നമ്മളെ സ്ക്രൂവിൻ്റെ സാധനങ്ങളാണ് കേട്ടോ. ഈ വരുന്ന 10 പീസുകൾ വരും. അതെല്ലാം താഴെ വീണിട്ടുണ്ട്. ഒരു പാക്കിങ് മറ്റേതാണ് ബോക്സിൽ, പെട്ടിയിലാണ് വരുന്നത്. പക്ഷേ അവരിത് പെട്ടി നമുക്ക് തന്നിട്ടില്ല. ഇത് നമുക്ക് ചാർജ് ചെയ്യാനുള്ള കോഡാണ് വന്നിരിക്കുന്നത്. ഇത് ചാർജറാണ്, ബാറ്ററി ചാർജ് ചെയ്യാനുള്ളത്. ഇതിൽ 2 ബാറ്ററി വരണം. 2 ബാറ്ററി ഉണ്ട്. ഇത് ഇവിടെ ഉണ്ട്. ഇത് 10 നമുക്ക് സ്ക്രൂ ടൈപ്പ് ഉണ്ട്, മൈനസ് ഉണ്ട്, പിന്നെ പ്ലസും മൈനസ് സ്റ്റാറും ഒക്കെ ഇതിനകത്തുണ്ട്. ഇതെല്ലാം മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെട്ടിയിൽ ബോക്സിനകത്താണ് വന്നുകൊണ്ടിരുന്നത്. അതിപ്പോൾ അവർ എന്തോ പെട്ടിക്ക് ഇത് കുറച്ച് വില കുറവിലാണ് നമുക്കിത് കിട്ടിയത് കേട്ടോ. അത് ഞാൻ പറയാം. അപ്പോൾ ഇതിൽ ബാറ്ററിയാണ്. പിന്നെ ഇത് വന്നിട്ട് ഒരു ടോർച്ച് വരും. ഇതിങ്ങനെ കത്താനുള്ളതാണ്. പക്ഷേ ചാർജ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം കത്താത്തത്. അതായത് വേറെ എന്താണ് കംപ്ലൈൻ്റ് എന്നറിയില്ല. ഇത് ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ ഇത് ഓൺ ആവാനുള്ളതാണ്. ഇതിൽ ചാർജ് ചെയ്യാനുള്ള ഇതുണ്ട്, ഈ കോഡുണ്ട്. ഇതിൽ ചാർജ് ചെയ്യാം. ചാർജ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഇത് കത്താത്തത് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ പ്രസ് ചെയ്യുമ്പം 2 മോഡുണ്ട്. ഒന്ന് ബ്ലിങ്കായി കത്തും, പിന്നെ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് കത്തുന്ന LED ആണ് ഇതിൽ. ഇത് വേണമെങ്കിൽ ഹാങ് ചെയ്യാം. ഇവിടെ എങ്ങനെയെങ്കിലും ഹാങ് ചെയ്തിട്ടിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. ഇത് ചാർജ് ഇല്ല എന്നാണ് തോന്നുന്നത്. ഇത് അതിൽ വരുന്ന 2 ബാറ്ററിയാണ്. 20 വാട്ട്സും 2.0 AH ആണ് വരുന്നത്. ഇതിങ്ങനെ നമുക്ക് പ്രസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പാക്കിംഗ് ഉണ്ടാവും. അപ്പോൾ ഇത് അത്യാവശ്യം ഒരു 1/2 കിലോക്കകത്ത് വെയിറ്റ് ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൽ വരുന്നുണ്ട് ചാർജിൻ്റെ മോഡ് വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് കാണാം. ഈ ചാർജ് മോഡെന്ന് പറയുമ്പോൾ 3 ഇത് കാണിക്കുന്നുണ്ട്. നമ്മൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്കുള്ള ചാർജ് എത്ര ആണെന്നുള്ളതാണ് കാണിക്കുന്നത്. ഇനി അറ്റമാണെന്നുണ്ടെങ്കിൽ ഫുൾ ചാർജ്. ഇതിൻ്റെ അവിടെ ആണെന്നുണ്ടെങ്കിൽ ഒരു 50% പകുതി. ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതാകുമ്പോഴത്തേക്ക് ഒരു ചാർജേ ഉള്ളെന്നുണ്ടെങ്കിൽ ഇത് 30% മേളിലേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് രണ്ടിലും ഇതേ സെയിം ഇത് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഇതിപ്പം ചാർജില്ല, ചാർജ് ചെയ്യേണ്ടി വരും. പക്ഷെ നമുക്കിത് ഫിറ്റ് ചെയ്യാം, വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാനുള്ള ചാർജുണ്ട്. അടുത്ത മെയിനായിട്ട് വരുന്നത് മെഷീനാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറിങ് വരേണ്ടതാണ്. പക്ഷേ ഇതിൽ അത് കാണുന്നില്ല. ഇതിനകത്തൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ ഇങ്ങനെ അടഞ്ഞിരിക്കേണ്ടതാണ്. ഇത് കാണുന്നില്ല. ഇത് 4H ആണ്, 400H ആണിത്.
ഇത് ബാറ്ററിയിൽ ഇടുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനെ ഇങ്ങനെയാണ് ഇടാനുള്ളത്. ഇങ്ങനെ വെച്ചിട്ട് പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് ഷൂട്ടാവും. ഇവിടെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് മോഡുണ്ട്. ഇത് ലോയും മീഡിയവും ഹൈ ആണ്, 3 ഇത് വരുന്നുണ്ട്. ഇതിപ്പോൾ ലോയിലാണ് കാണിക്കുന്നത്. ഇനി അറ്റമാണ് പച്ച ഇത് കത്തുന്നതാണ്. നമുക്ക് ഓരോ മോഡുണ്ട്. നമുക്ക് ഹൈയിൽ ഇളക്കണമെന്നുണ്ടെങ്കിൽ മീഡിയത്തിലും ലോയിലും നമുക്ക് ഫിറ്റ് ചെയ്യാനും എടുക്കാനും കഴിയും. ഇത് സെൻറ്ററിലോട്ടാക്കുമ്പോഴത്തേക്ക് ലോക്കാണ്, പിന്നെ ഇത് വർക്കാവില്ല. പക്ഷേ നമ്മൾ ഇത് ഇങ്ങനെ ലെഫ്റ്റിൽ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് നമുക്കിത് തുറക്കാനുള്ളതാണ്, നെറ്റ് റിമൂവ് ചെയ്യാനുള്ളതാണ് ലോയിൽ. അടുത്ത ഹൈയിൽ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ടോർക്ക് കൂടും. അടുത്ത ഹൈയിൽ ഏറ്റവും ഈ മീഡിയത്തിൽ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ടോർക്ക് കുറച്ചുകൂടെ കൂടും. അടുത്ത മീഡിയത്തിൽ വരുമ്പോൾ ഇത് ഫുള്ളാണ് കേട്ടോ, ഇത് ഹൈയാണ്. റൈറ്റിലുള്ള ഈ ബട്ടൺ അമർത്തുമ്പോഴത്തേക്ക് ഇത് ടൈറ്റ് ചെയ്യുക. ലെഫ്റ്റിലുള്ള ഈ ബട്ടൺ അമർത്തുമ്പോൾ നമുക്ക് ലെഫ്റ്റിലുള്ള ബട്ടണിൽ ഓപ്പൺ ചെയ്യാം. ഇത് ബാറ്ററി ലോ ആയതുകൊണ്ടാണ് കുറച്ചൊരു ഇതായിട്ട് തോന്നുമെങ്കിലും നല്ല ഇതുണ്ട്. നമുക്കത് കാണിക്കാം, വണ്ടിയിൽ ഏതെങ്കിലും നെറ്റൊന്ന് ഇളക്കിയിട്ട് കാണിക്കാം. ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഷ്ലെസ് ആണ്, ഇതിനകത്ത് ബ്രഷ് വരില്ല. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഫങ്ഷൻ. 3 ഇത് മോഡൽ നമുക്ക് ചെയ്യും. പക്ഷേ നമുക്ക് ടൈറ്റ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ലോയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ലോയിൽ ചെയ്യുമ്പോഴത്തേക്ക് ഒരു പ്രാവശ്യം പ്രസ് ചെയ്താൽ പോലും ഇത് കട്ടാവുകയാണ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കാണ്. ഉണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ ഹൈയിലാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് വർക്കായിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ നെറ്റൊക്കെ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് 400 Nm ഉള്ളത് കൊണ്ട് നമുക്ക് കൂടുതൽ ഇതിൽ കറക്റ്റായിട്ട് നമുക്കിത് ഫങ്ഷൻ ചെയ്യാൻ പറ്റും. ബുള്ളറ്റിന്, 2 വീലറിന്, കാറിനും ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാമെന്നുള്ളതാണ്. 400 Nm ഉള്ളതുകൊണ്ട് മാത്രം. അതുകൊണ്ട് ഇത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വലിയ പാട് വരില്ല. നല്ല പവർഫുള്ളാണ് കേട്ടോ. ഇത് ഹൈയിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പച്ച ഇത് ബ്ലിങ്കാവും. രണ്ടാമത് നമുക്ക് മോഡുണ്ട് മീഡിയത്തിൽ, പിന്നെ അത് കഴിഞ്ഞിട്ട് ലോയിൽ കേട്ടോ. അതാണ് ഇതിൻ്റെ. ഇത് ഹൈയാണ്, ഇത് മീഡിയമാണ്, ഇത് ലോയാണ്. അപ്പോൾ അതിൻ്റെ ആ ടോർക്കിനുള്ള വ്യത്യാസം നമുക്കിതിൽ കേൾക്കുമ്പോഴത്തേക്ക് തന്നെ അറിയാം. ഇതൊരു ഏകദേശം ഒരു 2.5 കിലോ അത്രയ്ക്കുള്ള വെയിറ്റ് ചെയ്ത് വരുള്ളൂ. നമുക്ക് സിമ്പിളായിട്ട് ഇത് യൂസ് ചെയ്യാമെന്നുള്ളതാണ്. ഇത് നമുക്ക് ഇവിടെ വയ്ക്കാം. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇത് അണഞ്ഞോളും കേട്ടോ. പിന്നെ ഇതിൽ കഴിഞ്ഞിട്ട് ഒരു സോക്കറ്റ് അഡാപ്റ്ററും കൂടെ വരുന്നുണ്ട്. സ്ക്രൂ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ചെയ്യാം. ചെയ്തിട്ട് നമുക്ക് തുറക്കാനും അടയ്ക്കാനും ഒക്കെ ഇത് തന്നെ. ഇതിൽ നമുക്ക് സ്ക്രൂവിൻ്റെ ആ മോഡൽ നമുക്ക് വെച്ചിട്ട് ഇത് യൂസ് ചെയ്യാം. അതിനാണ് ഈ ചെറിയ വിറ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് ഇതിൻ്റെ ഫുൾ സോക്കറ്റാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതും ഇതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ ഇതിൽ മൊത്തം 10 കാണും. 8 മുതലെന്നാണ് പറഞ്ഞിട്ടുള്ളതെന്ന്. 1 2 3 4 5 6 7 8 9 10 സോക്കറ്റുണ്ട്. ഏത് വരെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ 10-ൻ്റെ ഉണ്ട്, 8-ൻ്റെ ഇല്ല കേട്ടോ. അത് 10-ൻ്റെ ഉണ്ട്. 10 12 13 14 15 ഉണ്ട്, 16 ഇല്ല, 17 18 ഇല്ല, 19 അടുത്ത 21 അടുത്ത 22 24 കേട്ടോ. ഇത് നമുക്ക് ഇത് യൂസ് ചെയ്യുമ്പോഴത്തെ എപ്പോഴും ഇതിൻ്റെ ഇവരെ ഒറിജിനൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ അതിൽ നമുക്ക് കൂടുതൽ ഇത് അല്ലെങ്കിൽ അത് കംപ്ലൈൻ്റ് ആവാൻ സാധ്യത ഉണ്ടെന്നാണ് യൂസ് ചെയ്തവർ പറഞ്ഞിട്ടുള്ളത്. നമ്മളിപ്പോൾ സാധാരണ വേറെ നമ്മളതിൽ ഷോക്കറ്റുണ്ട്, പക്ഷേ അത് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൽ കംപ്ലൈൻറ്റ് വരാം, പിന്നെ നമ്മളെ ബോക്സിന് കംപ്ലൈൻറ്റ് വരാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ചെറിയ ഒരു ഇതേ ഉള്ളൂ വൈബ്രേഷന്, നമ്മുടെ കയ്യിൽ വലിയതായിട്ട് ഫീലാവില്ല. എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്കിതിനെ യൂസ് ചെയ്യാമെന്നുള്ളതാണ്.
പിന്നും വാഷറും വരാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഫിറ്റ് ചെയ്യണതാണ്. ഇതിനെ നമുക്ക് വാഷർ ഇതുപോലെ ഇതിനകത്ത് ഇടുക. പിന്നെ കയറ്റി വെച്ചിട്ട് ഈ പിന്ന് നമ്മൾ ഇതിനകത്ത് പൊള്ളിക്കുക. ഇട്ടതിന് ശേഷം ഈ വാഷർ നമുക്ക് ഇതിനകത്തൂടെ ഇടാമെന്നുള്ളതാണ്. അതിനാണ് ഈ വാഷർ വന്നിരിക്കുന്നത്. ഈ പിന്ന് ഇതിനകത്ത് ഞാൻ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കിതിനെ കട്ട് ചെയ്യാമെന്നുള്ളതാണ്. ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ചാർജറാണ്. ചാർജർ നമുക്ക് ചാർജിന് കൊടുക്കാം. ചാർജിന് കൊടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഫങ്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിത് ഇളക്കുമ്പോഴത്തേക്ക് ഇതിനെ പ്രസ് ചെയ്തിട്ട് തിരിച്ച് ബാക്കിലോട്ട് പ്രസ് ചെയ്ത് വലിക്കുമ്പോഴത്തേക്ക് ഇത് റിമൂവ് ആയിട്ട് ഇങ്ങ് പോകുന്നുള്ളൂ. അത് ഇത് ചാർജ് ചെയ്യാനായിട്ടും ഇത് തന്നെ ആയിരിക്കും. അതിൻ്റെ ഈ ഭാഗം വരുന്ന ഭാഗം നേരെ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ചാർജ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അത് ഫ്ലഗിൽ കുത്തിയിട്ട് ചാർജിൻ്റെ ഒന്നുണ്ട്. ഇതിങ്ങനെ ബ്ലിങ്ക് ആവുന്നുണ്ട്. ഇതിങ്ങനെ ബ്ലിങ്കായിട്ട് ഇത് കാണിക്കും. അതായത് ശേഷം ഫുൾ ചാർജ് ആകുമ്പോഴത്തേക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാവും കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ചാർജ് 3 സൈഡിലും ഇതിൻ്റെ ഇതിൽ ചാർജ് ഉണ്ടെന്നുള്ളത് കണ്ടോ. അപ്പോൾ ഒന്ന് മാത്രമേ ഉള്ളൂ. ഫുള്ളാകുമ്പോഴത്തേക്ക് ഈ ബ്ലിങ്ക് കത്തിയാണായി. ഇപ്പോൾ ഇത് ഫുൾ ചാർജ് ആയിട്ടുണ്ട്. പച്ച ലൈറ്റ് ബ്ലിങ്ക് ആവുന്നത് മാറിയിട്ട് ഇപ്പോൾ കത്തി മാത്രമാണ് കിടക്കുന്നത്. അപ്പോൾ ഫുൾ ചാർജായി എന്നുള്ളതാണ് കാണിക്കുന്നത്. നമുക്കിതിൻ്റെ ബാറ്ററിയുടെ ഇതും കൂടെ നോക്കാം. ബാറ്ററിക്ക് എത്ര ലൈറ്റ് കത്തിയിട്ടുണ്ടെന്ന് നോക്കാം. ഇതുണ്ട് 3 ലെവലിൽ ഫുള്ളായിട്ട് കത്തിയിട്ടുണ്ട്. ഇതല്ലാതെ നമുക്ക് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ 32-ൻ്റെയാണ്. നോക്കട്ടെ എത്രയാണ്. ഇപ്പോൾ തപാരി 32-ൻ്റെയാണ്. ഇത് 32-ൻ്റെ വേണമെങ്കിൽ ഇതിൽ കൂടെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് ചെയ്യാം. 32-ൻ്റെ ആണെങ്കിലും നമുക്കിതിൽ സൂട്ടാണ്. തിരിച്ച് എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ടൈറ്റ് ചെയ്യാൻ. ഇത് പക്ഷേ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ കൂടുതൽ കമ്പനി അല്ലാത്ത സാധനങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഉൾഭാഗം ഡാമേജ് ആവാനായിട്ട് സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ റേഞ്ച് തന്നെ അവർ പറയുന്നതാണ്. കമ്പനി അവരെ ഇതിന് വേണ്ടിയിട്ട് സെയിൽസിന് വേണ്ടിയിട്ട് അവർ പറയുകയാണ്. അപ്പോൾ എങ്കിലും നമുക്ക് അത്യാവശ്യം ഇത് യൂസ് ചെയ്യും. പക്ഷേ ഇനിയുള്ളൊരു കാര്യം, ചെറുത് നമുക്കിനി വേണമെങ്കിൽ 8-ന് താഴോട്ടുള്ള ഇത് 10 വരെ ഉള്ളൂ. 10-ന് താഴെയുള്ളത് നമുക്ക് വാങ്ങിക്കണമെങ്കിൽ, പക്ഷേ ഇതിൽ നമുക്കിപ്പോൾ 10-ന് താഴെയുള്ളതൊക്കെ ഇതിലുണ്ട്. ചെറിയ നമുക്കിപ്പം എൻജിൻ കവർ, ബുള്ളറ്റിൻ്റെ എൻജിൻ കവർ റിമൂവ് ചെയ്യണമെങ്കിൽ ഇത് നമുക്കിതിൽ സൂട്ടാവില്ല കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് പ്രത്യേക ഒരു ഷോക്കറ്റ് സെറ്റ് തന്നെ ഒരു 500-600 രൂപയുള്ള ഞാൻ ആമസോണിൽ കണ്ടായിരുന്നു. അതൊന്ന് ഓർഡർ ചെയ്യേണ്ടിയുണ്ട്. ചെറിയ നമുക്ക് ഇതുപോലുള്ള വിറ്റൊക്കെ ഇതിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഇത് സെറ്റ് ചെയ്യാം. ഒരു കുറച്ച് ഹൈ അകത്തോട്ടുള്ള സ്ക്രൂ ഒക്കെ നമുക്ക് ഇതിൽ തന്നെ ആഡ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അതിൽ കൂടെ നമുക്ക് ഈ വിറ്റ് ഇതിൽ സൂട്ടാവും ഉണ്ടോ. അപ്പോൾ എന്തുകൊണ്ടും ഇത് നല്ല ഉപകാരമുള്ള ഒരു പ്രോഡക്റ്റാണ്. കുഴപ്പമില്ല. പിന്നെ യൂസ് ചെയ്തിട്ട് 6 മാസം വാറൻറ്റി ഉണ്ട്. പിന്നെ ലുധിയാനയിൽ നിന്നാണിത്, ഞാൻ പറഞ്ഞല്ലോ ലുധിയാനയിൽ നിന്ന് വന്നോ. അപ്പോൾ ഇത് വാറൻറ്റിയിലൊക്കെ നമുക്ക് കണക്കായിരിക്കും, പഞ്ചാബ് മറ്റുള്ള കാര്യം. ഇത് സാധനം നമുക്ക് വെളിയിൽ ഇപ്പം വാങ്ങിക്കണമെങ്കിൽ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. അതിൽ 9000 സംതിങ് ആണ്. പക്ഷേ ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് 4nm ആയതുകൊണ്ടാണ്. അതിൻ്റെ ഇത് കൂടുന്തോറും അതിൻ്റെ ചാർജും കൂടും. പക്ഷേ ഇതിന് നമുക്ക് 6500 രൂപയാണ് ഇതിൽ പ്രൈസ് വന്നിരിക്കുന്നത്. പിന്നെ പ്ലസ് 400 രൂപ ഇത് ഷിപ്പിംഗ് ചാർജ്. ഒരു പാഴ്സൽ ഇത് നമ്മളെ പോസ്റ്റിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ എനിക്ക് 6400 രൂപ, 6900 രൂപയായി ഈ സാധനം. ഇത്ര സെറ്റ് സാധനം ചിലയിലൊക്കെ ഇത് കാണില്ല. ആകെ 3 ഇത് മാത്രമേ കോട്ടി മാത്രമേ കാണത്തുള്ളൂ. 3 അവർ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഇതാകുമ്പോൾ ഇതെന്തുകൊണ്ട് നമുക്ക് വലിയ ഈ സ്ക്രൂ ഡ്രൈവറിൻ്റെ 2 ബാറ്ററി വരുന്നുണ്ട്. എല്ലാം കൊണ്ടും നമുക്ക് വലിയ നഷ്ടമില്ല എന്ന് നമുക്ക് കാണുന്നുണ്ട്. പക്ഷേ ഇത് വിശ്വസ്തമാണ്. കറക്റ്റായിട്ട് അവർ 6 ദിവസം എടുത്ത് ഇവിടെ പോസ്റ്റ് ഓഫീസിൽ ചെന്നിട്ടാണ് ഇത് കളക്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിനി വണ്ടിയിൽ ഏതെങ്കിലും ഒരു നെറ്റ് ബോൾട്ട് നമുക്ക് നയിച്ചു. പിന്നെ ബുള്ളറ്റിൻ്റെ ഫ്രണ്ട് വീലാണ് 24 വരും. ഇത് നമുക്കൊന്ന് റിലീസ് ചെയ്ത് നോക്കാം. അപ്പുറത്ത് കറങ്ങാൻ സാധ്യതയുണ്ട്.
പുറത്ത് പിടിക്കാൻ നിവർത്തിയില്ലെങ്കിൽ നമുക്ക് നോക്കാം. ഇത് കുറച്ച് ദിവസമായി എടുക്കാത്ത വണ്ടിയാണ്. ഇത് ചിലപ്പോൾ സ്റ്റക്കായിട്ട് നിൽക്കുമെങ്കിലും ഇതിൻ്റെ ടോർക്ക് എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഹൈയിലിട്ട് തന്നെ ലോയിലിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്ത് നോക്കാം. നിസ്സാരമായിട്ട് ഇനി ഇളവിഞ്ഞ് പോകുന്നു. അടുത്ത നമുക്ക് ഒന്ന് ടൈറ്റ് ചെയ്ത് നോക്കാം. ലോയിലിട്ട് ടൈറ്റ് ചെയ്യാം. കറക്റ്റായിട്ട് ടൈറ്റ് ആവുന്നുണ്ട്. ഹൈലിട്ടാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഇത് ഇളക്കാനും നമുക്ക് പറ്റും. ഇത് നമുക്ക് അടുത്ത ഷോക്കറ്റ് ഇത് മാറ്റിയിട്ട് പോകാം. ഇതിൽ റിമൂവ് അങ്ങനെ ആകുന്നു. നിസ്സാരമായിട്ട് ഇതിനെ ഉരിഞ്ഞ് പോകുന്നു. ടൈറ്റ് ചെയ്ത് നോക്കാം. ടൈറ്റുമായി മനസ്സിലായെന്ന് കരുതുന്നു. എന്തായിരുന്നാലും ഇത് നമുക്ക് വലിയ നഷ്ടമൊന്നും ഇല്ലാത്ത രീതിയിൽ 6500 പ്ലസ് 400 രൂപ അതിൻ്റെ പോസ്റ്റൽ ചാർജും കൂടെ കൊടുത്തപ്പോഴത്തേക്ക് 6900 രൂപയ്ക്ക് ഇത് കിട്ടി. പിന്നെ ഇതിൽ വന്ന എമർജൻസി ലൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വെട്ടമുള്ളതാണ്. അത്യാവശ്യം നമുക്ക് ഇരുട്ടത്തൊക്കെ പണി ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗപ്പെടും കേട്ടോ. 2 മോഡാണുള്ളത്. നമുക്ക് എവിടെയെങ്കിലും ഇത് ഇങ്ങനെ ഹാങ് ചെയ്യുക. കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടി. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെയാണ്. നമ്മളിനി പണി ചെയ്യുന്നതെല്ലാം കുറച്ചൊക്കെ ഇതിലെ കൂടെ ആയിരിക്കും. കുറച്ച് ഈ ക്ലച്ച് പ്ലേറ്റും മറ്റുള്ള പണിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ എളുപ്പമെന്ന് കരുതും. കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോ. വീഡിയോയിലെന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ മാനുവൽ യൂസർ ബുക്കിൽ ഇതിൻ്റെ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് പഠിച്ച് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ബാക്കിയുള്ള ഇതിൻ്റെ പവറും ടോർക്കും ഇത് ബാക്കിയെല്ലാം ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും ബാക്കിയുള്ള കംപ്ലീറ്റ് കാര്യം ഇതിലുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും ഇത് ഇത്രയും പൈസയ്ക്ക് നമുക്ക് വലിയ കുഴപ്പമില്ല എന്നാണ് നമ്മളെ ഒരു അഭിപ്രായം. കമ്പനി നല്ല കമ്പനിയുമാണ്. ഇൻഡോ കമ്പനി എന്ന് പറയുന്നത് കുഴപ്പമില്ലാത്ത കമ്പനിയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ഭായിമാർ സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനി ഇടുന്ന പുതിയ വീഡിയോകൾ നിങ്ങളുടെ മുന്നിൽ എത്താൻ കഴിയും. ഓക്കെ, താങ്ക് യു.